പുതുവർഷം പിറന്ന് 2 മാസത്തിനുള്ളിൽ ചിന്നക്കനാലിൽ കാട്ടാന തകർത്തത് 15ഓളം വീടുകൾ. അരിക്കൊമ്പൻ എന്ന ഒറ്റയാൻ മാത്രം തകർത്തത് 11 വീടുകൾ. വേനൽ കടുത്തതും പുൽമേടുകൾ കത്തിക്കരിഞ്ഞതും ജനവാസ മേഖലയിൽ കാട്ടാന ആക്രമണം വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. വേനൽക്കാലത്തെ കാട്ടുതീ തടയുന്നതിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ചിന്നക്കനാൽ മേഖലയിലെ അടിക്കാടുകൾ വനവകുപ്പ് തീവെച്ച് നശിപ്പിച്ചിരുന്നു. മറ്റു പുൽമേടുകളും തീ കയറി നശിച്ചു. ഇതോടെ കാട്ടാനകളുടെ സ്വാഭാവിക തീറ്റ കുറഞ്ഞതായി പ്രദേശവാസികൾ പറയുന്നു. പൊതുവെ വേനൽക്കാലത്ത് വനാന്തരങ്ങളിലും കാട്ടാനകൾക്ക് തീറ്റ കുറവാണ്. ജനവാസ മേഖലകളിൽ ഇറങ്ങി വീടുകളും കടകളും തകർത്ത് ഭക്ഷണ സാധനങ്ങൾ എടുക്കുന്ന അരിക്കൊമ്പന്റെ ശല്യം ഇതോടെയാണ് രൂക്ഷമായതെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിന്റെ ഭക്ഷണത്തിന് വകയന്വേഷിച്ച് വരുന്നതാണ് സാധനങ്ങൾ. തീർച്ചയായിട്ടും അത് നമ്മൾ കാണേണ്ടതാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ജീവനും വിലയുണ്ട്. ഞങ്ങൾ കേരളത്തിൽ താമസിക്കുന്നവരാണ്. സർക്കാർ കണ്ണു തുറക്കണം. അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ടതാണ്. കഴിഞ്ഞ 2 മാസത്തിനിടെ ചിന്നക്കനാൽ, ശാന്തൻപാറ പഞ്ചായത്തുകളിലായി 11 വീടുകളാണ് അരിക്കൊമ്പൻ തകർത്തത്. ആനയിറങ്ങലിൽ റേഷൻ കടയും പെരിയകനാൽ മൂലക്കടയിലെ പെട്ടിക്കടയും തകർത്തു. ചക്കക്കൊമ്പൻ ഒരു ജീപ്പ് ഉയർത്തി താഴെയിട്ട് കേടുപാടുകൾ വരുത്തി. ഏക്കർ കണക്കിന് കൃഷിനാശമാണ് ഇരു പഞ്ചായത്തുകളിലും ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ ആക്രമണകാരിയായ അരിക്കൊമ്പനെ പിടികൂടുന്നതിന് അനുമതി നൽകി വനവകുപ്പ് മേധാവിയുടെ ഉത്തരവിറങ്ങിയിരുന്നു. കോടനാട് ആനക്കൂട് നിർമ്മിച്ച ശേഷം 2 ആഴ്ചയ്ക്കുള്ളിൽ ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ദൌത്യസംഘം അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടുന്നതിനായി ശാന്തൻപാറയിൽ എത്തുമെന്നാണ് വിവരം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.